കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു ട്രോൾ ഉണ്ടായിരുന്നു. 617 ദിവസമായി പാക് ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ ബാബർ അസം ഒരു സെഞ്ചുറി കുറിച്ചിട്ട്. അതുപോലെ ബാബർ ടെസ്റ്റിൽ അർദ്ധശതകം തികച്ചിട്ടും ഏറെ നാളായി. ബാബർ അവസാനമായി ടെസ്റ്റിൽ അർദ്ധശതകം കുറിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ പേര് ട്വിറ്റർ എന്നായിരുന്നു. ഇന്ത്യയിൽ BJPക്ക് 300-ലേറെ ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലിക്ക് 71 സെഞ്ചുറികൾ ഉണ്ടായിരുന്നു. ഗുജറാത്ത് ആയിരുന്നു ആ സമയത്ത് IPL ചാമ്പ്യന്മാർ. ഇമ്രാൻഖാൻ ആ സമയത്ത് ജയിൽവാസം തുടങ്ങിയിട്ടില്ല. ശിഖർ ധവാനും ഡേവിഡ് വാർണറും സജീവമായി ക്രിക്കറ്റ് മൈതാനങ്ങളിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ടായിരുന്നു ഏകദിന T20 ലോക ചാമ്പ്യന്മാർ. പാക് സൂപ്പർ താരം ബാബർ അസമിന്റെ ഈ ഒരു മോശം ഫോം തുടരുകയാണ്. എല്ലാ കയറ്റങ്ങൾക്കും ഒരു ഇറക്കമുണ്ടെന്ന പോലെയുള്ള മോശം ഫോം. കഴിഞ്ഞ 1.5 കൊല്ലമായി ബാബറിന്റെ സമയം ശരിയല്ല എന്ന് തന്നെ പറയാം. ബംഗ്ലാദേശിനെതിരായ 2 ടെസ്റ്റിലും നിരാശപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ബാബറിനെതിരെ ഇത്തരം ട്രോളുകൾ ഇപ്പോൾ സജീവമാണ് സോഷ്യൽ മീഡിയ. കഴിഞ്ഞ 15 ഇന്നിംഗ്സുകളിലുമായി ബാബറിന് ആകെ നേടാനായത് 331 റൺസ് മാത്രമാണ്. 41 എന്ന മികച്ച സ്കോർ. പാകിസ്ഥാന്റെ സ്റ്റാർ ബാറ്ററായ ബാബറിന് ഇതെന്തു പറ്റി എന്നാണ് ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ചോദിക്കുന്നത്. റാവൽപിണ്ടിയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ബാബർ ആദ്യ ഇന്നിംഗ്സിൽ 0-നായി മടങ്ങിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ 22 റൺസിനാണ് ബംഗ്ലാദേശിനെതിരെ പുറത്തായത്. പാകിസ്ഥാന്റെ തോൽവിയിൽ ഇതൊരു കാരണമാവുകയും ചെയ്തു. രണ്ടാം ടെസ്റ്റിലും ബാബർ മോശം ഫോം തുടർന്നതോടെ ആ പരമ്പരയും ബംഗ്ലാദേശിനോട് അടിയറ വയ്ക്കുകയായിരുന്നു പാകിസ്ഥാൻ. ബംഗ്ലാദേശിനോടാണ് തോൽക്കുന്നതെന്ന് ഓർക്കണം. ലോക ക്രിക്കറ്റിൽ ഇപ്പോഴും ബംഗ്ലാദേശിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് ദുർബലമാണ് എന്നോർക്കണം. അങ്ങനെയുള്ള ബംഗ്ലാദേശിനോടാണ് ബാബറും സംഘവും ഇങ്ങനെ നാണം കെട്ട് തോറ്റിരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ തോറ്റതോടെ ടെസ്റ്റ് പദവിയുള്ള 10 രാജ്യങ്ങൾക്കെതിരെയും നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോൽക്കുന്ന രണ്ടാമത്തെ മാത്രം ടീം എന്ന നാണക്കേടാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പേരിലായത് എന്നുകൂടി ഓർക്കണം. പാകിസ്ഥാന്റെ അത്രയും ക്രിക്കറ്റ് പാരമ്പര്യമില്ലാത്ത ബംഗ്ലാദേശാണ് നാട്ടിൽ എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ഇതുപോലെ ടെസ്റ്റ് പരമ്പര തോറ്റ മറ്റൊരു ടീം എന്നുകൂടി ഓർക്കണം. അപ്പോൾ മാത്രമാണ് ആ തോൽവിയുടെ ആഴം നമുക്ക് മനസ്സിലാവുക. നാട്ടിൽ അവസാനം കളിച്ച 10 ടെസ്റ്റിൽ ഒന്നിൽ പോലും പാകിസ്ഥാന് ജയിക്കാനായില്ല എന്നതും ശ്രദ്ധേയമാണ്. അവസാനം കളിച്ച 10 ടെസ്റ്റിൽ 6 സമനിലകളും 4 തോൽവികളുമാണ് പാകിസ്ഥാന്റെ പേരിലുള്ളത്. 2022-23 ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ നാട്ടിൽ ഇങ്ങനെ സമ്പൂർണ്ണ തോൽവി വഴങ്ങുന്നത്. ഇംഗ്ലണ്ടായിരുന്നു ഇതിനു മുമ്പ് പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ടീം. കോവിഡ് കാരണമുള്ള ഇടവേള കൂടി കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ അവസാനമായി നാട്ടിൽ ടെസ്റ്റ് ജയിച്ചിട്ട് 1303 ദിവസങ്ങളായി. 1303 ദിവസങ്ങൾ. ഈ സമയങ്ങളിൽ ഓസ്ട്രേലിയയിൽ 3-0 പരമ്പര തോറ്റ പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലും ടെസ്റ്റ് പരമ്പരയിലും തോൽവി അറിഞ്ഞിരുന്നു. ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സമനില നേടാനായെങ്കിലും ഏകദിന പരമ്പരയിൽ തോറ്റു തൊപ്പിയിട്ടു. ഇപ്പോഴിതാ ബംഗ്ലാദേശിനെതിരെയും പരമ്പര കൈവിട്ടിരിക്കുകയാണ്. ഏകദിന ലോകകപ്പിലും T20 ലോകകപ്പിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുന്ന പാകിസ്ഥാനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനെതിരായ ഈ ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ പാകിസ്ഥാൻ 8-ാം സ്ഥാനത്തേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഈ തോൽവിയുടെയെല്ലാം ഒരു മുന ചൂണ്ടി നിൽക്കുന്നത് അവരുടെ സ്റ്റാർ ബാറ്ററായ വിരാട് കോഹ്ലിയേക്കാൾ കേമനെന്ന് പാകിസ്ഥാൻ ആരാധകർ വിശേഷിപ്പിക്കുന്ന ബാബർ അസമിന് നേരെ കൂടിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബാബർ അസമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിരാട് കോഹ്ലിയുടെ റൺസ് വരൾച്ച കാലത്ത് ദിസ് ടു ഷാൽ പാസ് എന്ന് സോഷ്യൽ മീഡിയയിൽ ആശ്വസിപ്പിച്ച ബാബറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിതാ അതേ പഞ്ഞകാലം, അതേ ശുഷ്കകാലം ബാബറിനെയും ഗ്രസിച്ചിരിക്കുകയാണ്. മുൻ താരങ്ങളായ അഹമ്മദ് ഷെഹസാദും ഡാനിഷ് കനേരിയും ഷാഹിദ് അഫ്രീദിയും റമീസ് രാജിയും എല്ലാം ബാബറിനെതിരെ വിമത ശബ്ദങ്ങളുമായി ഇപ്പോൾ കളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവരൊക്കെയും ബാബറിനെതിരെ ഇങ്ങനെ ശബ്ദമുയർത്തുന്നതിന് മുമ്പ്, അദ്ദേഹത്തിന്റെ ടെക്നിക്കിനെ ഇങ്ങനെ കുറ്റം പറയുന്നതിന് മുമ്പൊരു കാലമുണ്ടായിരുന്നു. ബാബറിനെ ലോക ക്രിക്കറ്റിലെ പ്രമുഖരടക്കം ശ്ലാഘിച്ചിരുന്ന ഒരു കാലം. 2015-ൽ സിംബാബ്വെക്കെതിരെ അരങ്ങേറിയ ബാബർ അസം ഈ ഒരു 9 വർഷം പിന്നിടുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ICC ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ 1-ാമത് എത്തിയതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സുവർണ മുഹൂർത്തം. 3.5 വർഷത്തോളം വിരാട് കോഹ്ലി കൈയടക്കി വെച്ചിരുന്ന ഏകദിന റാങ്കിങ്ങിലെ 1-ാം സ്ഥാനമാണ് അന്ന് ബാബർ അസം കൈക്കലാക്കിയത്. 2017 ഓഗസ്റ്റിൽ 1-ാം റാങ്കിൽ എത്തിയ കോഹ്ലി 1258 ദിവസങ്ങളോളം റാങ്കിങ്ങിൽ കാര്യമായ മറ്റു വെല്ലുവിളികൾ ഇല്ലാതെ തുടർന്നിരുന്നു. എന്നാൽ ഇക്കാലത്തെല്ലാം മികച്ച പ്രകടനങ്ങളോടെ ബാബർ അസമിന് കോഹ്ലിയുമായുള്ള പോയിന്റ് വ്യത്യാസം കുറക്കാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് 1-ാം റാങ്കിൽ എത്തിയപ്പോൾ 18 വർഷത്തിന് ശേഷമായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഒരു ബാറ്റ്സ്മാന് ഏകദിന ബാറ്റ്സ്മാൻമാരുടെ റാങ്കിങ്ങിൽ 1-ാമത് എത്താൻ കഴിഞ്ഞത്.
83-84 കാലഘട്ടത്തിൽ സഹീർ അബ്ബാസ്, 88-89 കാലത്ത് ജാവേദ് മിയാന്താദ്, 2003 മുഹമ്മദ് യൂസുഫ് എന്നിങ്ങനെ 3 താരങ്ങൾ മാത്രമാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ച പാക് താരങ്ങൾ. കേവലം സിംബാബ്വെ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്കെതിരെ മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന കളിക്കാരൻ എന്ന എതിരാളികളുടെ പരിഹാസത്തിൽ നിന്നും ലോക 1-ാം നമ്പറിലേക്കുള്ള ആ സമയത്തെ ബാബറിന്റെ കുതിപ്പ് ക്രിക്കറ്റ് ലോകം ഏറെ കൗതുകത്തോടു കൂടിയായിരുന്നു വീക്ഷിച്ചത്. ആ സമയത്തായിരുന്നു കൂടുതലും വിരാടുമായുള്ള താരതമ്യം ചെയ്തുള്ള ചർച്ചകളൊക്കെയും സജീവമായത്. അന്ന് T20യിലും ഏകദിനത്തിലും ടെസ്റ്റിലും എല്ലാം മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന താരമായിരുന്നു ബാബർ അസം. വിരാട് കോഹ്ലിയേക്കാൾ വേഗത്തിൽ T20യിൽ 1000 റൺസ് അടിച്ചെടുത്ത കളിക്കാരൻ എന്ന ഖ്യാതി ആ സമയത്ത് അയാൾക്കുണ്ടായിരുന്നു. അതിനൊപ്പം ചരിത്രത്തിൽ ആദ്യമായി ICCയുടെ ഏതെങ്കിലും ഒരു ലോകകപ്പിൽ T20 ആവട്ടെ ഏകദിനമാവട്ടെ ഇന്ത്യയെ തോൽപ്പിച്ച ആദ്യത്തെ പാക് ക്യാപ്റ്റൻ എന്ന റെക്കോർഡും 2021 T20 ലോകകപ്പോടെ ബാബർ അസം തന്റെ പേരിലാക്കിയിരുന്നു. ആ സമയത്ത് ബാബർ അസമിന്റെ ബാറ്റിംഗ് മികവിനെ പുകഴ്ത്തിക്കൊണ്ട് മുൻ താരങ്ങളടക്കം രംഗത്ത് വന്നുകൊണ്ടിരുന്നതും ആ സമയത്ത് തന്നെയായിരുന്നു. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ വിരാട് കോഹ്ലിയുടെ പ്രകടനം എത്രത്തോളം മനോഹരമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് അത്രയും സുന്ദരമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ബാബർ അസമിന്റെ ബാറ്റിംഗ് കണ്ടു നോക്കൂ. അവനിൽ എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട് എന്നാണ് മുൻ ഓസീസ് താരവും കോച്ചുമൊക്കെയായ ടോം മൂഡി ആ സമയത്തെ ബാബറിന്റെ ഫോം കണ്ടുകൊണ്ട് പറഞ്ഞത്. ബാബർ ഒരു കവിതയെന്ന് ആ സമയത്ത് മുൻ ഇംഗ്ലീഷ് നായകനായ മൈക്കൽ വോൺ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ വളർന്നു വരുന്ന താരങ്ങളിലും കുട്ടികൾക്കിടയിലും എല്ലാം വലിയൊരു ആവേശമായി മാറുകയുണ്ടായി ഗ്രൗണ്ട് ബോയിൽ നിന്നും ക്യാപ്റ്റൻസിയിലേക്കും ലോകത്തെ 1-ാം നമ്പർ ബാറ്റ്സ്മാനിലേക്കുമുള്ള ബാബറിന്റെ ആ സമയത്തെ കുതിപ്പും വളർച്ചയും. അതേ ബാബറാണ് ഇപ്പോൾ ഫോമോട്ടിന്റെ കരകാണ കടലിൽപ്പെട്ട് ഉയരുന്നത്. ബാബറിന്റെ അവസാന 16 ഇന്നിംഗ്സിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ പ്രകടനം എത്രത്തോളം മോശമാണെന്ന് നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. മുൻ താരങ്ങൾ ബാബർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്നും ഫുട്വർക്കുകളിൽ പിഴവ് സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. പാകിസ്ഥാന്റെ ലോകോത്തര താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും അതിനോട് നീതി കാട്ടാൻ ഈ കാലയളവിൽ ബാബറിന് ആവുന്നില്ല എന്ന വിമർശനവുമുണ്ട്. അപ്പോൾ ബാബറിന്റെ ഈ ഒരു സമീപകാല പ്രകടനങ്ങളെല്ലാം ഇങ്ങനെ നിരാശപ്പെടുത്തുന്നതിനാൽ ഒരുപക്ഷെ ടീമിൽ നിന്നും മാറ്റി നിർത്തപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം പാക് ടീമിന്റെ ചരിത്രം അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇനി അറിയേണ്ടത് ഒറ്റ കാര്യമാണ്, ബാബറിന് തന്റെ പ്രതാപകാലത്തേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകുമോ? കരിയറിലെ സെഞ്ചുറികളില്ലാത്ത കാലത്തെയും മറികടന്നുകൊണ്ട് വിമർശന ശരങ്ങളെയും മറികടന്നുകൊണ്ട് ബാബർ അസം വീണ്ടും പാക് ക്രിക്കറ്റിന്റെ പതാക വാഹകനാകുമോ? ഗെറ്റ് റെഡി ബിക്കോസ് ദിസ് കംബാക്ക് ഈസ് ഗോയിങ് ടു ബി ലെജൻഡറി എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ ഇനി ബാബറിനാവുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.